നദിക്കരയിലെ അത്തിമരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അത്തിമരത്തിന് താഴെയുള്ള നദിയിൽ ഒരു മുതലയും. അവർ വലിയ ചങ്ങാതിമാരായിരുന്നു. കുരങ്ങൻ ദിവസവും അത്തിപ്പഴം പറിച്ച് മുതലക്കിട്ട് കൊടുക്കും. മുതല അത് വയറ് നിറയെ തിന്ന് വിശപ്പകറ്റും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതല തന്റെ ഭാര്യയെ കാണാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കുരങ്ങൻ കൈ നിറയെ അത്തിപ്പഴം പറിച്ച് അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തു അയച്ചു. മുതല അത് തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഭാര്യ അത് ആർത്തിയോടെ കഴിച്ചു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ അത്തിപ്പഴത്തിന് എന്തു മധുരമാണ്! അപ്പോൾ ഇത് കഴിക്കുന്ന കുരങ്ങന്റെ കരളിന് എന്തു മധുരമായിരിക്കും! തനിക്ക് കുരങ്ങന്റെ കരൾ വേണമെന്ന് മുതലയുടെ ഭാര്യ മുതലയോട് ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും മുതല സമ്മതിച്ചില്ല. പിന്നീട് ഭാര്യയുടെ വാശിക്ക് വഴങ്ങി അവൻ കുരങ്ങന്റെ കരൾ കൊണ്ടുവരാമെന്ന് ഏറ്റു. തിരിച്ചുപോയ മുതല കുരങ്ങനോട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ഭാര്യ നിന്നെ കാണണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. നമുക്കെൻ്റെ വീട്ടിൽ പോവാം. കുരങ്ങൻ സമ്മതിച്ചു. അങ്ങനെ അവർ നദിയിലൂടെ മുതലയുടെ വീട്ടിലേക്ക് പോയി. നദിയുടെ നടുഭാഗത്തെത്തിയപ്പോൾ മുതല പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് കുരങ്ങന്റെ കരൾ തിന്നണമെന്ന ആഗ്രഹം പറഞ്ഞത് കൊണ്ടാണ്. ഇത് കേട്ട് കുരങ്ങൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ ഒരു ബുദ്ധി ആലോചിച്ചു. മുതലയോട് പറഞ്ഞു, അയ്യോ, ഇതായിരുന്നു നിന്റെ ആവശ്യമെങ്കിൽ നീ എന്നോട് അത്തിമരത്തിൽ വെച്ചേ പറയണ്ടായിരുന്നോ? ഞാനത് അത്തിമരത്തിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് തിരിച്ചുപോയി അത് എടുത്തുകൊണ്ട് വന്നാലോ? മുതല അത് സമ്മതിച്ചു. അങ്ങനെ അത്തിമരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ കുരങ്ങൻ വിളിച്ചു പറഞ്ഞു, എടാ മണ്ട, നീയൊരു മണ്ടനാണ്. ഇനി മേലിൽ വഴിക്ക് കണ്ടുപോകരുത്. എന്റെ കരൾ എന്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അല്ലാതെ ആർക്കെങ്കിലും സ്വന്തം കരൾ എടുത്തു മാറ്റിവെക്കാൻ കഴിയുമോ? നീ ഒരു മരമണ്ടൻ തന്നെ. അതുകൊണ്ട് ഇനി മേലാൽ ഈ വഴിക്ക് നിന്നെ കണ്ടുപോകരുത്. ഇതു കേട്ടതും മുതല നാണിച്ചുകൊണ്ട് തിരിച്ചു നടന്നു.